ബി.ജെ.പി. അണ്ണാ-ഡി.എം.കെ സഖ്യം തകർത്തത് ബി.ജെ.പി. അധ്യക്ഷൻ അണ്ണാമലയുടെ കടുത്ത നിലപാടുകളാണെന്ന് ഇപ്പോൾ എ.ഐ.ഡി.എം.കെ നേതാക്കൾ പരസ്യമായി തന്നെ പറയുന്നുണ്ട്. പക്ഷേ എന്നും എ.ഐ.ഡി.എം.കെക്ക് പിന്നിൽ നിൽക്കേണ്ടവർ അല്ല തങ്ങൾ എന്ന് മനസ്സിലാക്കി മോദി പ്രഭാവത്തിലൂടെ മുഖ്യ പ്രതിപക്ഷ കക്ഷിയാവാനാണ് IPS പദം രാജിവെച്ച് ബി.ജെ.പിയെ നയിക്കാൻ ഇറങ്ങിയ കെ അണ്ണാമലൈ ശ്രമിച്ചത്. DMK സർക്കാരിനെതിരെ നിരന്തരം അഴിമതി ആരോപണങ്ങൾ പുറത്തുവിട്ട് അനൌദ്യോഗിക പ്രതിപക്ഷ നേതാവായി പ്രവർത്തിച്ചതും അണ്ണാമലയായിരുന്നു. അണ്ണാ-DMK ഇല്ലെങ്കിലും ഒറ്റയ്ക്ക് ജയിക്കാമെന്ന അണ്ണാമലയുടെ സ്വപ്നം പാളിയെങ്കിലും ആകെയുള്ള 39 ലോക്സഭാ മണ്ഡലത്തിൽ 12 NDA രണ്ടാം സ്ഥാനത്തെത്തി. 9 BJPയും മറ്റ് 3 സീറ്റുകളിൽ NDA സഖ്യകക്ഷികളുമാണ് രണ്ടാമതെത്തിയത്. തിരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ട അണ്ണാമലയെ പരിഹസിച്ച കനിമൊഴിക്ക് അണ്ണാമലൈ അപ്പോൾ തന്നെ ചുട്ട മറുപടി നൽകിയത് ഇപ്പോൾ വാർത്താ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുകയാണ്. തിരഞ്ഞെടുപ്പിൽ ജയിക്കാൻ മാത്രം എൻ്റെ അച്ഛൻ്റെ പേര് കരുണാനിധി എന്നല്ലെന്നായിരുന്നു അണ്ണാമലയുടെ മറുപടി. എൻ്റെ അച്ഛൻ്റെ പേര് കുപ്പുസ്വാമി എന്നാണ്. കുപ്പുസ്വാമിയുടെ മകൻ ജയിക്കാൻ ഇനിയും സമയമെടുക്കും. രാഷ്ട്രീയ അധികാരമില്ലാത്ത കുടുംബത്തിലെ യുവാക്കൾ അധികാരത്തിൽ എത്തിച്ചേരാൻ ഇനിയും സമയം എടുക്കും എന്ന സൂചന നൽകിക്കൊണ്ടുള്ളതായിരുന്നു അണ്ണാമലയുടെ ഈ പ്രതികരണം. ഉരുളയ്ക്ക് ഉപ്പേരി പോലെ മറുപടി നൽകുന്ന ആരെയും കൂസാത്ത തമിഴ് സിംഗം. ഇതാണ് കെ അണ്ണാമലയ്ക്ക് തമിഴ്നാട്ടിൽ അണികൾ നൽകുന്ന വിശേഷണം. തമിഴ്നാട് BJP അധ്യക്ഷനായ അണ്ണാമലയുടെ നേതൃത്വ ശേഷിയിൽ പ്രവർത്തകർ ഹാപ്പിയാണ്. എനക്ക് മോദിജിയുടെ അരസൽ പിടിച്ചത്, അതിനാൽ താൻ വേലയെ വിട്ടിട്ട് ഒരു ഗ്രാമത്തിൽ നിന്ന് വന്നിരിക്കെ തന്റെ രാഷ്ട്രീയ പ്രവേശനത്തെക്കുറിച്ച് അണ്ണാമലൈ ഒരു അഭിമുഖത്തിൽ പറഞ്ഞ വാക്കുകളാണ് ഇത്. 37-ാം വയസ്സിൽ BJPയിൽ ചേരുമ്പോൾ തമിഴ്നാട്ടിലെ ഏറ്റവും പ്രായം കുറഞ്ഞ പ്രസിഡന്റായി മാറുകയായിരുന്നു അണ്ണാമലൈ. 2020 ഓഗസ്റ്റിൽ പാർട്ടിയിൽ ചേർന്ന അണ്ണാമലൈ വളരെ പെട്ടെന്നാണ് ജനങ്ങൾക്കിടയിൽ പ്രിയങ്കരനായി മാറിയത്. തമിഴ്നാട്ടിലെ കരൂർ ജില്ലയിലെ ഗൗണ്ടർ സമുദായത്തിൽ നിന്നുള്ള ഒരു കർഷക കുടുംബത്തിലാണ് കുപ്പുസ്വാമി അണ്ണാമലൈ ജനിച്ചത്. കോയമ്പത്തൂരിൽ നിന്ന് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൽ ബിരുദം നേടി. തുടർന്ന് IIM ലക്നൌവിൽ നിന്ന് MBA എടുത്തു. സംരംഭകനാവുക എന്നതായിരുന്നു ആഗ്രഹം. എന്നാൽ ജനസേവനം എന്ന ആഗ്രഹത്താൽ സിവിൽ സർവീസ് തിരഞ്ഞെടുത്തു. 2011 IPS നേടി. കർണാടക കേഡറാണ് തിരഞ്ഞെടുത്തത്. ഉടുപ്പി, ചിക്കമംഗളൂരു എന്നിവിടങ്ങളിൽ SPI സേവനമനുഷ്ഠിച്ചു. 2017 ചിക്കമംഗളൂരുവിൽ നടന്ന കലാപം അടിച്ചമർത്തിയതോടെയാണ് അണ്ണാമലൈ യുവാക്കൾക്കിടയിൽ താരമായി മാറിയത്. സൗത്ത് ബംഗളൂരുവിൽ ഡെപ്യൂട്ടി കമ്മീഷണറായിരിക്കെ നടത്തിയ പരിഷ്കാരങ്ങളും ശ്രദ്ധ നേടി. അങ്ങനെ വന്ന വിളിപ്പേരാണ് സിംഗം അണ്ണാമലൈ. തമിഴ് സിനിമകളിൽ നമ്മൾ കണ്ടിട്ടുള്ള പോലീസ് നായക കഥാപാത്രങ്ങളുടെ നേർപതിപ്പായി ജനങ്ങൾ അദ്ദേഹത്തെ കണ്ടു. സൗത്ത് ബാംഗ്ലൂരുവിൽ ഡെപ്യൂട്ടി കമ്മീഷണറായിരിക്കുമ്പോഴാണ് അണ്ണാമലൈ ജീവിതത്തിലെ ആ നിർണായക തീരുമാനമെടുത്തത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വ പാടവത്തിൽ ആകൃഷ്ടനായി BJPയിൽ അദ്ദേഹം ചേർന്നു. അണ്ണാമലയുടെ ജനപ്രിയത തിരിച്ചറിഞ്ഞ BJPയുടെ കേന്ദ്ര നേതൃത്വം അധികം വൈകാതെ സംസ്ഥാന അധ്യക്ഷനായി സിംഗത്തെ തിരഞ്ഞെടുത്തു. അണ്ണാമലൈ എന്ന യുവ നേതാവിനെ മുന്നിൽ നിർത്തി തമിഴകത്ത് സാന്നിധ്യം ശക്തമാക്കുക എന്ന ലക്ഷ്യം കൊണ്ട് തന്നെയാണ് പലതവണ മോദി തമിഴ്നാട്ടിലെത്തിയത്. എൻ മണ്ണ് എൻ മക്കൾ പദയാത്രയുടെ സമാപന സമ്മേളനത്തിന്റെ ഉദ്ഘാടനവും തിരുപ്പൂരിലെത്തി പ്രധാനമന്ത്രി നിർവഹിച്ചത് വെറുതെയായിരുന്നില്ല. വേദിയിൽ അണ്ണാമലയെ ചേർത്തു നിർത്തി പ്രശംസിക്കാനും മോദി മറന്നില്ല എന്നത് സിംഗം പ്രധാനമന്ത്രിക്കും പ്രിയപ്പെട്ടവനായി തീർന്നിരിക്കുന്നു എന്നതിന് തെളിവാണ്. എന്തായാലും തമിഴ് ജനത ഒരു പരിധിക്കപ്പുറം കാവ്യയെ സ്നേഹിക്കില്ല എന്നത് ഉറപ്പാണ്. ആ പരിധിയിൽ എത്ര താമരകൾ വിരിയുന്നു എന്നതാണ് നമ്മൾ നോക്കേണ്ടത്. ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ തമിഴ്നാട്ടിൽ വിജയക്കൊടി നാട്ടാൻ BJPക്ക് കഴിഞ്ഞില്ല. എന്നാൽ വോട്ട് വിഹിതത്തിന്റെ കാര്യത്തിൽ സംസ്ഥാനത്തെ 3ാമത്തെ ഒറ്റകക്ഷിയാകാൻ അണ്ണാമലയുടെ നേതൃത്വത്തിൽ BJPക്ക് സാധിച്ചിട്ടുണ്ട്. കൂടാതെ കോയമ്പത്തൂർ, ചെന്നൈ സൗത്ത്, തേനി തുടങ്ങി 12 സീറ്റുകളിൽ രണ്ടാം സ്ഥാനത്തെത്താൻ BJPക്ക് കഴിഞ്ഞു എന്നതുകൂടി എടുത്തു പറയണം. പാർട്ടിയുടെ സ്ഥാനം മെച്ചപ്പെടുത്താൻ സഹായിച്ച എല്ലാ പ്രവർത്തകരെയും BJP സംസ്ഥാന അധ്യക്ഷനായ കെ അണ്ണാമലൈ അഭിനന്ദിച്ചു. BJP രണ്ടാം സ്ഥാനത്തെത്തിയ പ്രധാന മണ്ഡലങ്ങൾ ഇവയെല്ലാമാണ്: കോയമ്പത്തൂർ, ചെന്നൈ സൗത്ത്, ചെന്നൈ സെൻട്രൽ, കന്യാകുമാരി, മധുരൈ, നീലഗിരി, തിരുവള്ളൂർ, തിരുനെൽവേലി, വെല്ലൂർ എന്നിവയാണ്. ഇതിനെല്ലാം പുറമെ തേനി, ധർമ്മപുരി, രാമനാഥപുരം എന്നിവിടങ്ങളിൽ മത്സരിച്ച BJP സഖ്യകക്ഷികളും രണ്ടാം സ്ഥാനത്തെത്തിയിരുന്നു. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തമിഴ്നാട്ടിൽ BJP 3.58% വോട്ട് നേടിയെങ്കിലും
സീറ്റുകളൊന്നും നേടാനായില്ല. 2014 പൊതുതെരഞ്ഞെടുപ്പിൽ കന്യാകുമാരി സീറ്റിൽ വിജയിക്കുമ്പോൾ സംസ്ഥാനത്ത് പോൾ ചെയ്ത വോട്ടിന്റെ 5.59% നേടി. തമിഴ്നാട്ടിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് എന്നും DMKയും AADMKയും തമ്മിലുള്ള പോരാട്ടം തന്നെയാണ്. എന്നിരുന്നാലും കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി തമിഴ്നാട്ടിൽ മൂന്നാം ശക്തിയായി ഉയർന്നു വരാനുള്ള ശ്രമത്തിലായിരുന്നു BJP. ഒരു മണ്ഡലത്തിലും BJPക്ക് വിജയമായി മാറിയില്ല എങ്കിലും സംസ്ഥാനത്ത് അവരുടെ വോട്ട് വിഹിതം 11.24% ഉയർത്താൻ ഇത്തവണ അവർക്ക് സാധിച്ചു എന്നത് പ്രധാന പോയിന്റാണ്. വോട്ട് ശതമാനം 3-ൽ നിന്ന് 2 അക്ക സംഖ്യയിൽ എത്തിക്കുകയും അണ്ണാ DMKയെ മറികടന്ന് 2ാം സ്ഥാനത്തെത്തുകയുമാണ് തമിഴ്നാട്ടിൽ BJPയുടെ ലക്ഷ്യമായി ഉണ്ടായിരുന്നത്. തോറ്റിട്ടും തമിഴ്നാട്ടിൽ BJPയുടെ വളർച്ച 3 ഇരട്ടിയായി മാറിയിട്ടുണ്ട് എങ്കിൽ BJP ഒരു കാരണവശാലും തമിഴ്നാട്ടിൽ ഭരണത്തിലേറില്ല എന്ന് വെല്ലുവിളിച്ച DMKയ്ക്കും അണ്ണാ DMKയ്ക്കുമുള്ള പ്രധാന ശത്രു തന്നെയാണ് ഇപ്പോൾ BJP എന്ന് തെളിയിച്ചിരിക്കുകയാണ്.